നമസ്കാരം. ക്യാൻസർ പഠനം 14ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ രോഗങ്ങളും പാപം കൊണ്ടാണെന്നൊരു ആയുർവേദ സിദ്ധാന്തം നിങ്ങളിൽ പലരും കേട്ടിരിക്കും. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. ഇതിലുള്ള ശാസ്ത്രീയ പൊരുളെന്ത് എന്നതാണ് നമ്മൾ ഇന്ന് തേടുന്നത്. ആയുർവേദത്തിലെ ഒരു സമഗ്ര പഠനത്തിനൊരുങ്ങിയാൽ കണ്ടെത്തുന്നത് നമുക്ക് പ്രാഥമികമായി ഏത് രോഗമായാലും, അത് ജലദോഷമായാലും ക്യാൻസറായാലും ഏത് രോഗമായാലും പ്രാഥമികമായി രോഗമുണ്ടാകുന്നത് കർമ്മത്തിൽ നിന്നാണ്. നമ്മുടെ പൂർവജന്മകൃതമായിട്ടുള്ളതാണ് രോഗം എന്നതാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്നാണ് രോഗമുണ്ടാകുന്നത് എന്ന് പറയാം. ഒരാളുടെ പൂർവജന്മകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾക്ക് സുഖവും ദുഃഖവും നൽകുന്നത്. അതിൽ പ്രധാന പങ്ക് എന്നല്ല 100% പങ്കും അയാളുടെ മനസ്സിന് തന്നെയാണ്. കാരണം പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളുന്നു എന്നതാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് വരുന്നത്. ഇതാണ് ആയുർവേദത്തിൻ്റെ ഒരു പ്രാഥമിക പഠനം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ലോകത്ത് നടക്കുന്ന ഒരു സംഭവം, ഇപ്പോൾ നടക്കുന്ന ഇറാഖ് യുദ്ധമായാലും, ഏതെങ്കിലും ഒരുവൻ്റെ ഭാര്യ മറ്റൊരുവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതായാലും, അത് ഒരാൾക്ക് ദുഃഖം നൽകുന്നു, മറ്റൊരാൾക്ക് സന്തോഷം നൽകുന്നു, ഇനിയും ഒരാൾക്ക് നിർവികാരത നൽകുന്നു. അതായത് ഒരേ സംഭവം പല ആളുകളിലും പലതരം വികാരങ്ങളെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സംഭവമല്ല ആ വികാരങ്ങൾക്ക് ഉത്തരവാദി, ഓരോരുത്തരുടെയും മനസ്സ് ആണ് എന്ന് ഇതിൽ നിന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ അവസ്ഥയെയാണ് നമ്മുടെ പൂർവികരും വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളത്. അതായത് ദുഃഖമാണ് നമ്മുടെ രോഗത്തിന് കാരണം എന്നതിലേക്ക് അവരെ എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതിൻ്റെ ഒരു വാദഗതിയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പണം 10 രൂപ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ അത് ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നൽകിയാൽ നമുക്ക് സന്തോഷമുണ്ടാകും. അതായത് 10 രൂപ നഷ്ടപ്പെടുക എന്ന അവസ്ഥ തന്നെ ഒരാളിൽ തന്നെ 2 തരം വികാരങ്ങളെ ഉണ്ടാക്കുന്നു. അത് ആ 10 രൂപ നഷ്ടപ്പെട്ടത് എന്തിന് എന്നുള്ളതിനോട് മനസ്സ് പ്രതികരിച്ച രീതിയിൽ നിന്നാണ് ആ സുഖവും ദുഃഖവും ഉണ്ടായത്. ഇതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രതികരണം ആണ് എല്ലാ ദുഃഖങ്ങളിലും അതുവഴി രോഗങ്ങളിലും അടിസ്ഥാനപരമായിട്ട് കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് സ്മൃതിയാണ് കാരണം. സുഖത്തിനും ദുഃഖത്തിനും കാരണമാകുന്നത് നമ്മുടെ സ്മൃതിയാണ്, സംഭവങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. വാതവും പിത്തവും കഫവും പ്രകർഷേണ കോപിക്കുന്ന ഒരു പ്രജ്ഞാപരാധം സംഭവിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആയുർവേദം പറയുന്നു. ധീ ധൃതി സ്മൃതി വിഭ്രംശഃ കർമ്മയത് കുരുതേ ശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപനം എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അശുഭകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തലുകളും രോഗത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. ക്ഷമയുള്ളവൻ ഒരിക്കലും അശുഭകർമ്മങ്ങൾ ചെയ്യില്ല. ഏതെങ്കിലും ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇന്ന് പ്രതികരിക്കേണ്ട, നാളെ പ്രതികരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ സമയം കിട്ടുകയും ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഈ സംഭവത്തെ നമ്മൾ ഇഴപിരിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. അതുവഴി വേണ്ട, അയാളോട് കോപിക്കേണ്ട, അല്ലെങ്കിൽ നാളെ ഈ വിധത്തിൽ സംസാരിക്കാം എന്നൊരു തീരുമാനത്തിൽ എത്താൻ കഴിയും. ഇത് ഒരുപാട് അസ്വാഭാവിക സംഭവങ്ങളെ ഇല്ലാതാക്കാൻ നമ്മെ സഹായിക്കും. ഇത് നമ്മുടെ വാതപിത്ത കഫങ്ങളെ പ്രകോപിപ്പിക്കാതെ ഇരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ദോഷം പ്രകോപിക്കുന്ന രോഗങ്ങളിലേക്കുള്ള നാന്ദിയായിട്ടാണ് ഇത്തരം പ്രതികരണങ്ങളെല്ലാം മാറുന്നത്. അതുകൊണ്ട്
രോഗിയുടെ ധി, ധൃതി, സ്മൃതി ഇവയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രോഗിയെ ചികിത്സിക്കണം എന്നാണ് ആയുർവേദം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് രോഗത്തെ ഇന്ന് കാണുന്ന രീതിയിലല്ലാതെ, ഇന്നത് ലാബ് ടെസ്റ്റ് ചെയ്തു, HP ഇത്രയാണ്, ഷുഗർ ഇത്രയാണ്, BP ഇത്രയാണ്, കൊളസ്ട്രോൾ ഇത്രയാണ്, അയാളുടെ വൈറ്റമിൻ നിലവാരം ഇത്രയാണ്, ESR, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഓരോന്നും ഇന്നതാണെന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗമാണ് വൈദ്യൻ ചിന്തിക്കുന്നത്. BP കൂടുമ്പോൾ അത് കുറയ്ക്കാനുള്ള മാർഗം, കൊളസ്ട്രോൾ കൂടുമ്പോൾ അത് കുറയ്ക്കാനുള്ള മാർഗം, ഷുഗർ കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് നോർമലാക്കാനുള്ള മാർഗം, ഇങ്ങനെ ഓരോ ഘടകത്തിനും ഓരോ മരുന്ന് എന്നുള്ള രീതിയിൽ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം വൈദ്യന് കണ്ടെത്താൻ കഴിയാതെ പോകുന്നു. ഇതിനെ എല്ലാം ഒറ്റ വാക്കിൽ ഇത് ദുഃഖത്തിൽ നിന്നുണ്ടായതാണ് എന്നുള്ള ഒരു ചെറിയ കാര്യത്തിലേക്ക് ഒതുക്കുമ്പോൾ അത് ഏത് ദുഃഖം, അത് ഏത് തരത്തിൽ വ്യക്തിയെ സ്വാധീനിച്ചു എന്ന് ആ രോഗിയെ മനസ്സിലാക്കിക്കാനും കഴിഞ്ഞാൽ രോഗചികിത്സ വളരെ ലളിതമായി മാറുകയാണ് എന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഭിഷഗ്വരൻ്റെ മനസ്സും രോഗിയുടെ ലക്ഷണവും രോഗിയുടെ പൂർവ്വകാല ജീവിതവും ഒന്നിച്ച് ഒരേ തലത്തിൽ പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ രോഗചികിത്സ വളരെ എളുപ്പമായി മാറുന്നു എന്നുള്ളതാണ്. പണ്ട് ഇന്ന് ക്യാൻസർ ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രോഗമാണ്, ഗുരുതരമായ അവസ്ഥയാണ് എന്ന് പറയുന്ന പല രോഗങ്ങളെ, മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വേണ്ടി വരുന്നത് പോലെയുള്ള ഒരുപാട് സന്ദർഭങ്ങളെ പണ്ട് തൻ്റെ വീട്ടിലുള്ള ഒരു കലത്തിൽ വെച്ച് തിളപ്പിച്ചുണ്ടാക്കുന്ന കഷായം കൊണ്ട് പണ്ടുള്ളവർ സുഖപ്പെടുത്തിയിരുന്നു എന്നത് അറിയുമ്പോഴാണ്. ഉദാഹരണത്തിന് നമ്മുടെ സാരസ്വതാരിഷ്ടം വെറുതെ ഒരു വീട്ടിലെ വീട്ടമ്മയ്ക്ക് ഒരു കലത്തിൽ വെച്ചുണ്ടാക്കാവുന്നതാണ്. അതിന് വലിയ സാങ്കേതിക പരിജ്ഞാനമൊന്നും വേണ്ട. അവിടെ സ്വർണത്തെ നാനോ കണങ്ങളാക്കി മാറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഒരു വീട്ടിലെ അടുക്കളയിൽ വികസിപ്പിച്ചെടുത്തത് എന്നത്. അത്രയും ചികിത്സയെ ലളിതമായിട്ട് അവതരിപ്പിച്ചു പണ്ടുള്ളവർ. ചരക സുശ്രുത വാഗ്ഭടന്മാരെല്ലാം ഈ ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ, അതായത് എല്ലാ രോഗവും ദുഃഖമാണെന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവരുടെ ചികിത്സാ ക്രമങ്ങളെ വികസിപ്പിച്ചെടുത്തത്. അതായത് രോഗം ഒരൊറ്റ രോഗമേ ഉള്ളൂ, അത് ദുഃഖമാണ്. ആ ദുഃഖം എന്തുകൊണ്ടുണ്ടായി തൻ്റെ മനസ്സിൽ എന്ന് മഹാരോഗങ്ങൾ അനുഭവിക്കുന്നവർ ഒന്ന് പിറകോട്ട് പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഈ രോഗത്തിൻ്റെ ചികിത്സയും ശരിയായ ചികിത്സയും ഒപ്പം ചെയ്തു കഴിഞ്ഞാൽ ഏത് രോഗത്തെയും നമുക്ക് വളരെ എളുപ്പത്തിൽ സുഖപ്പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതറിയുമ്പോൾ തന്നെ എൻ്റെ രോഗം ഒരു മാറാരോഗമല്ല എന്ന് വ്യക്തിക്ക് ഒരു ബോധ്യം തൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ആ ബോധ്യം മനസ്സിലുറയ്ക്കുകയും ചെയ്താൽ അത് മാത്രം മതിയാകും ആ രോഗത്തെ അതിജീവിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യക്തിക്ക് പ്രാപ്തി നൽകാൻ. ദുഃപാപം തസ്മാത് ഓഖതി ഉത്പദ്യതേ ഇതി ദുഃഖം. പൂർവകൃതങ്ങളായ കർമ്മങ്ങൾ, പാപങ്ങൾ ഇവ തന്നെയാണ് രോഗം. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമാക്കുക, വാക്കുകളെ ശുദ്ധമാക്കുക, ചിന്തകളെ ശുദ്ധമാക്കുക. അഥവാ ആ മേഖലയിലെല്ലാം നമുക്ക് എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവ ഇന്ന് തിരുത്തിയാലും, കാരണം ഭാവിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുന്ന ഒരു സംഭവത്തിന് തൻ്റെ ഭൂതകാലത്തെ തിരുത്താൻ കഴിയും എന്ന് ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട്. അത് വലിയൊരു ശാസ്ത്രമേഖലയായതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന പാശ്ചാത്താപ കർമ്മങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ തിരുത്താൻ പര്യാപ്തമാണ് എന്നുള്ളത് മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.